കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിലായിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ നവംബർ 3-നാണ് വിയ്യൂർ ജയിലിലേക്ക് തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി തിരിച്ച് വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് വഴി തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പുറത്തു പോകുന്നത്. ആ ബാലമുരുകനെ ഇന്നലെ പോലീസ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വാഹന പരിശോധനയ്ക്കിടെ തെങ്കാശിയിലുണ്ടായ വാഹന പരിശോധനയ്ക്കിടെയാണ് ബാലമുരുകനെ പോലീസ് പിടികൂടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സാരംഗ് PS തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിഷ. കഴിഞ്ഞ കുറേ ദിവസമായി തിരച്ചിലായിരുന്നു. കാരണം തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയാണ് ഉണ്ടായത്. കുപ്രസിദ്ധ കുറ്റവാളിയെ വിലങ്ങ് പോലും അണിയിക്കാതെയാണ് കൊണ്ടുവന്നത് എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ കേട്ടതാണ് തമിഴ്നാട് പോലീസ്. അപ്പോൾ ബാലമുരുകനെ പിടികൂടുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് തന്നെയായിരുന്നു. ഇന്നലെയാണ് പിടികൂടിയത് അയാളെ, അല്ലേ? ബിനിഷ, തീർച്ചയായും ഏതാണ്ട് 1.5 മാസത്തോളമായിട്ട് ഈ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സംഘവും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസും കേരള പോലീസും ഒന്നിച്ച് വലിയ പരിശ്രമങ്ങളാണ് ഈ ബാലമുരുകനെ, പ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള ബാലമുരുകനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെയാണ് ഈ ഒരു തെങ്കാശിയിൽ വെച്ച് ഒരു വാഹന പരിശോധനയ്ക്കിടയിൽ വെച്ചാണ് ബാലമുരുകനെ കണ്ടെത്തിയത്. അതായത് ഏതാണ്ട് 1.5 മാസം മുൻപാണ് ഇത്തരത്തിൽ തമിഴ്നാട് കോടതിയിൽ കേസിന്റെ നടപടികൾക്ക് വേണ്ടി കൊണ്ടുപോയി തിരികെ വിയ്യൂരിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ജയിലിന് തൊട്ട് എത്തുന്നതിന് മുൻപ് പോലീസ് സംഘത്തിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ബാലമുരുകൻ രക്ഷപ്പെടുന്നത്. അതിനുശേഷം അന്ന് പുലർച്ചയോടുകൂടി തന്നെ ബാലമുരുകൻ കേരളം വിട്ടു എന്നുള്ളതാണ്. അതിനുശേഷം തെങ്കാശിയിൽ, അതായത് തമിഴ്നാട്ടിൽ തെങ്കാശിയിലാണ് ബാലമുരുകൻ എത്തിയത്. ബാലമുരുകൻ അവിടെ വലിയ സ്വാധീനമുള്ള ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സഹായം ബാലമുരുകന് കിട്ടിയിരുന്നു. ആ സഹായത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബാലമുരുകൻ ഇത്രയും നാളും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടന്നിരുന്നത്. എന്തായാലും അതിനിടയിൽ വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടായി. ഒരു ഇടയ്ക്ക് ബാലമുരുകനെ കണ്ടെത്താനായിട്ട് പോലീസ് ഏതാണ്ട് എടുത്തെത്തി. അതായത് മലയിടുക്കിൽ ബാലമുരുകൻ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം പിന്തുടർന്ന് പരിശോധന നടത്തുകയും ബാലമുരുകനെ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അതേസമയം ബാലമുരുകൻ വലിയ താഴ്ചയിലേക്ക് ചാടിക്കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് ബാലമുരുകനെ പോലീസ് കണ്ടെത്തുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ, അത് കൊലപാതകം ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. മോഷണമാണ് ബാലമുരുകന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള തൊഴിൽ. അത് ആളുകളെ ക്രൂരമായി ആക്രമിച്ചുകൊണ്ട് തന്നെ മോഷ്ടിക്കുക എന്നുള്ളതാണ് ബാലമുരുകന്റെ ഒരു ഹോബിയായിട്ട് കണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയോട് കൂടിയിട്ട് തന്നെയായിരുന്നു പോലീസ് പരിശോധനകളൊക്കെ നടത്തിയിരുന്നത്. സിറ്റിയിലും വളരെ ായിട്ടുള്ള പരിശോധനകളാണ് നടത്തിയത്. സുരക്ഷയോട് കൂടിയുള്ള പരിശോധനകളായിരുന്നു നടത്തിയിരുന്നത്. എന്തായാലും ബാലമുരുകൻ പിടിയിലായി എന്നുള്ള വാർത്തയാണ്. ഇനി തിരികെ വിയ്യൂരിലേക്ക് തന്നെ കൊണ്ടുവരാനാണ് സാധ്യത. ഏതെങ്കിലും തരത്തിലുള്ള കോടതി നടപടികൾ തമിഴ്നാട്ടിൽ ഉണ്ടെങ്കിൽ അത് പൂർത്തിയായതിനു ശേഷം ഉടനെ തന്നെ വിയ്യൂർ ജയിലിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ഇനി പോലീസ് ആരംഭിക്കുന്നത്. കുറ്റവാളിയായ ബാലമുരുകനെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. 53 കേസുകളിലാണ് ഇയാൾ കൊടും കുറ്റവാളിയായി ചുമത്തപ്പെട്ടിട്ടുള്ളത്, കൊടും കുറ്റവാളിയെ പ്രതി ചേർക്കപ്പെട്ടുള്ളത്. അപ്പോൾ തന്നെ അയാളുടെ ഒരു ക്രിമിനൽ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 53 കേസുകളാണ് തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി ഇയാൾക്കെതിരെ നമ്മുടെ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നത്. 53 കേസുകളിലെ പ്രതി പോലീസിന്റെ കയ്യിൽ നിന്നാണ് ചാടിപ്പോകുന്നത്. വിലങ്ങ് പോലും അണിയിക്കാതെയായിരുന്നു അന്ന് തമിഴ്നാട് പോലീസ് കോടതിയിൽ നിന്ന് ഇവിടേക്ക് വിയ്യൂരിലേക്ക് കൊണ്ടുവരുന്നത് എന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അത് വലിയ രീതിയിലുള്ള പരാതികൾക്കിടയാക്കിയിരുന്നു. തമിഴ്നാട് പോലീസിനെതിരെ വലിയ രീതിയിലുള്ള വ്യാപക വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു അപമാന ഭാരം തമിഴ്നാട് പോലീസിനുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ നവംബർ 3-നാണ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഏതായാലും പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് ബാലമുരുകൻ.